ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം വചനത്തിലൂടെ ചിന്തിക്കുന്നത് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയെക്കുറിച്ചാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഈ ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ചാണ്. പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്ന് ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ കഴിയില്ല എന്നും, എന്നാൽ ഉള്ളിൽ നിന്ന്, അതായത് ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്നും ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നാം പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ, അതും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒന്ന് ഉല്ലസിക്കുവാൻ പുറത്തേക്ക് പോകുമ്പോൾ, നാം ഏറ്റവും വൃത്തിയും മികച്ചതുമായ ഭക്ഷണശാലകളാണ് തേടിപ്പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല. ഒരുപക്ഷെ വൃത്തിഹീനമായ ഭക്ഷണശാലകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അതുമൂലം നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ അതും അല്ലെങ്കിൽ നമ്മുടെ ഉദരത്തിന് തന്നെയോ രോഗകാരണം ആയിട്ടുണ്ട്. ആയതിനാൽ ഏറ്റവും മികച്ചതും വൃത്തിയുള്ളതും നാം തേടിപ്പോകുന്നു. നാം നമ്മുടെ ശരീരത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവരാണ്. അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സന്തോഷിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. ഈ നോമ്പ് കാലത്തിൽ പാരമ്പര്യമനുസരിച്ച് മത്സ്യമാംസാദികൾ ഒക്കെ വെടിഞ്ഞ് നാം നമ്മുടെ ശരീരത്തെ അടക്കം ചെയ്യാറുണ്ട്. എന്നാൽ ആത്മാവിന് ഉതകുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എന്നുകൂടി നാം ചിന്തിക്കണം. ഈശോ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരിക്കൽ കൂടി നമുക്ക് ശ്രവിക്കാം. പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്ന് അവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയില്ല. കാരണം അത് ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും പിന്നീട് അത് വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഒരുവന്റെ ഉള്ളിൽ നിന്ന്, അതായത് ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നത് അവനെ അശുദ്ധനാക്കുന്നു. അത് ദുശ്ചിന്ത, പരസംഗം, മോഷണം, വ്യഭിചാരം, ദുഷ്ടത, അഹങ്കാരം, മൂഢത, ദൂഷണം, അസൂയ എന്നിവയാണ്. ഈ തിന്മകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുമാണ് വരുന്നത്. ഇത് നമ്മെ അശുദ്ധരാക്കുന്നു. ശരീരത്തിന് വേണ്ടി മികച്ചത് തേടി കണ്ടെത്തുന്ന നാം നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ ആത്മാവിനു വേണ്ടി മികവുള്ളത് കണ്ടെത്തുവാനായി ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ കുരിശുമെടുത്ത് ക്രൂശിതനായ ക്രിസ്തുവിനോട് ഒപ്പം നമുക്ക് യാത്ര ചെയ്യാം. ആമേൻ.